പ്രൊഫസർ എം കെ സാനു മാസ്റ്ററിനെ ഓർമ്മ ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം രവിപുരം ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് സാനു മാസ്റ്ററിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, എങ്ങനെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ? എല്ലാം അവസാനിച്ചോ? സൈഫുദ്ദീൻ, ഇപ്പോൾ അല്പസമയം മുമ്പാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഇനി എറണാകുളം ടൗൺ ഹാളിൽ ഒരു അനുസ്മരണ സമ്മേളനം കൂടിയുണ്ട്. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പ്രമുഖർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ഏറെക്കുറെ എല്ലാ മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ കക്ഷികളുടെയും നേതാക്കൾ, അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സാംസ്കാരിക മേഖലയിലും സാഹിത്യ മേഖലകളിലും ഒക്കെയുള്ള പ്രഗത്ഭർ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് മീഡിയ വണിന് വേണ്ടി എഡിറ്റർ പ്രമോദ് രാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോഴെന്തായാലും പ്രൊഫസർ സാനു എന്ന എല്ലാവരും വിളിക്കുന്ന പ്രിയപ്പെട്ട സാനു മാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പൂർണ്ണ ബഹുമതിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, സാഹിത്യ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട അധ്യാപകനായൊക്കെ ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് സാനുമാഷ്. ആവശ്യമായ ഘട്ടങ്ങളിൽ ഒരു ശബ്ദം എന്നുള്ള നിലയ്ക്ക് കൃത്യമായ നിലപാടുകൾ, ആദർശം ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കി അങ്ങനെ കടന്നുപോയ ഒരാൾ. മാത്രമല്ല, നിരൂപകൻ എന്നുള്ള നിലയ്ക്ക് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ മലയാളക്കരയിൽ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരിൽ ഒരാൾ. അദ്ദേഹം ഈ സാഹിത്യ മേഖലയിലും നിരൂപണ മേഖലയിലും മാത്രം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലം ഒതുക്കിയില്ല. സാധ്യമായ എല്ലാ മേഖലകളിലും അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, നല്ലൊരു പ്രാസംഗികനായിരുന്നു, നല്ല സംഘാടകനായിരുന്നു. ഒരു വേള 1987 ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ച് എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി MLA ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് സാനുമാഷ് കടന്നു പോകുന്നത്. എന്തായാലും സാനുമാഷ് ഇനിയില്ല. നമുക്കറിയാം, എറണാകുളത്തെ സംബന്ധിച്ച് മഹാരാജാസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയങ്ങളിൽ ഒന്നിൽ മലയാള ഭാഷാധ്യാപകനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു. അത് സാനുമാഷിനെ സംബന്ധിച്ച് ഒട്ടേറെ ശിഷ്യഗണങ്ങളെ നൽകുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, അവസാന കാലത്തൊക്കെ എല്ലാവരും അതിൽ സാനുമാഷിന്റെ ശിഷ്യന്മാരല്ലായിരുന്നിട്ട് പോലും എല്ലാവരും സാനുമാഷ് എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. ആ രൂപത്തിൽ എല്ലാവരുടെയും പ്രിയങ്കരനായ സാനുമാഷാണ് കടന്നു പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആവശ്യമായ ഘട്ടങ്ങളിൽ കൃത്യമായ നിലപാടുകൾ, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ ആലപ്പുഴയിൽ ജനിച്ച് പിന്നീട് കുറച്ചു കാലം വിദ്യാഭ്യാസത്തിന് ശേഷമൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം റാങ്ക് ജേതാവായാണ്, മലയാളത്തിൽ റാങ്കോട് കൂടിയാണ് പാസ്സായത്. അതിനുശേഷം പിന്നീട് സ്കൂൾ അധ്യാപകനായി. പിന്നീട് എറണാകുളത്തേക്ക് വന്ന ശേഷമാണ് അദ്ദേഹം കുറെ കൂടി എഴുത്തിന്റെ മേഖലയിലും സാംസ്കാരിക മേഖലകളിലും ഒക്കെ സജീവമാകുന്നത്. അങ്ങനെ ഈ എറണാകുളത്ത് എത്തിയതിനു ശേഷം മഹാരാജാസിൽ അങ്ങനെ ഒരു വലിയ ശിഷ്യ വൃന്ദം തന്നെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. മാത്രമല്ല, ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കൃത്യമായ ആദർശങ്ങൾ പാലിക്കുന്നതിലും അത് കൈപ്പിടിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നതിലൊക്കെ കൃത്യമായ നിലപാടുള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊഫൈലുകളിൽ ഒന്ന് അങ്ങനെയും നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിലാണ് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ വളരെ വിവാദപരമായ ചില പ്രസ്താവനകൾ ഇങ്ങനെ അടിക്കടി വരുന്ന സമയത്ത് കൃത്യമായി അത് തിരുത്താൻ അദ്ദേഹം മുന്നിട്ട് വരികയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ 25-ാം തീയതി അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം ഉൾപ്പെടെ അറേഞ്ച് ചെയ്തിരുന്നു. അന്ന് അതിലേക്ക് പുറപ്പെടുന്ന സമയത്താണ് അദ്ദേഹത്തിന് വീണ് പരിക്കേൽക്കുന്നതും പിന്നെ ചികിത്സയിലേക്കും ഒക്കെ പോകുന്നത്. ആ രൂപത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആവശ്യമായ ഘട്ടങ്ങളിൽ എന്ത് നിലപാടെടുക്കണം എന്നതുൾപ്പെടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഏതെങ്കിലും ഒരു അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് MLA ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും അതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലാബലിൽ അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. മാത്രമല്ല, ഈ ഞങ്ങളെ പോലെ ഒരു ശക്തമായ UDF അനുഭവമുള്ള, കോൺഗ്രസ് അനുഭവമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് വലിയ ജനവിധിയോടുകൂടി അദ്ദേഹം ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത തവണയും അദ്ദേഹത്തിന് MLA ആവാൻ അല്ലെങ്കിൽ സീറ്റ് നൽകാൻ പാർട്ടി ആലോചിച്ചിരുന്നു. പക്ഷെ അദ്ദേഹമായി അത് വേണ്ട എന്ന് വെച്ചതാണ്. അതെന്റെ കപ്പി അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ രൂപത്തിൽ സാനുമാഷിനെ സംബന്ധിച്ച് പല വിധങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേകമായ മേഖലയിൽ ഒതുങ്ങിക്കൂടിയ ആളല്ല. അദ്ദേഹത്തിന്റെ എഴുത്തും അതോടൊപ്പം തന്നെ നിരൂപണവും ഒക്കെ മലയാള സാഹിത്യ രംഗത്ത് നല്ല കനത്തിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതേ രൂപത്തിൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകനായും അധ്യാപകനായും
സാംസ്കാരിക പ്രവർത്തകനായും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകൻ ആവശ്യഘട്ടത്തിൽ എല്ലാ ആളുകളും ഓടിയെത്തുന്ന എറണാകുളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം എന്നുള്ള നിലയ്ക്ക് സാനുമാഷ് എല്ലാ കാലത്തും മലയാളത്തിന് കേരളത്തിനൊക്കെ വലിയ വിടവ് തന്നെയായിരിക്കും. എം കെ സാനു മാസ്റ്ററുടെ ഭൗതികദേഹം രവിപുരം ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങിയിരിക്കുന്നു. മാഷ് ഇനി സൗമ്യവും ദീപ്തവും ആയ ഒരു സ്മരണ മാത്രമായി മാറുന്നു. വിശദാംശം നൽകിയത് അഹമ്മദ് മുസ്തഫ.